എല്ലാവർക്കും നമസ്കാരം. മലയാള ഭാഷാധ്യാപനത്തിലെ നൂതന സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ള വിഷയത്തിൽ ചില ആശയങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മലയാള ഭാഷ നാം സ്വപ്നം കാണുന്ന ഭാഷ, നാം ചിന്തിക്കുന്ന ഭാഷ, നമ്മളെ നമ്മളാക്കി വളർത്തിയെടുത്ത ഭാഷ. ഇന്നത്തെ കുട്ടികളിൽ മാതൃഭാഷയോടുള്ള താല്പര്യം വളർത്താനായി ഒരു മലയാള ഭാഷാ അധ്യാപകൻ എന്ന നിലയിൽ നമുക്ക് ക്ലാസ് റൂമുകളിൽ വ്യത്യസ്തമായ അനുഭവങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കണം. വ്യത്യസ്തമായ പഠന രീതികളിലേക്ക് അവരെ കൊണ്ടുവരേണ്ടതുണ്ട്. അതിനായി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. എൻ്റെ ആശയങ്ങളും എൻ്റെ ചിന്തകളും നിങ്ങളുടെ ആശയങ്ങളും കൂടി ചേരുമ്പോൾ തീർച്ചയായും അതിലെ നൂതന സാധ്യത, വ്യത്യസ്തങ്ങളായിട്ടുള്ള സാധ്യതകൾ തെളിഞ്ഞു വരിക തന്നെ ചെയ്യും. ഇന്ന് നാം കൂടുതലായി കേൾക്കുന്ന ഒരു വാക്കാണ് ആർട്ട് ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് എന്നത്. മലയാള ഭാഷയെ സംബന്ധിച്ചിടത്തോളം ആർട്ട് ഇൻ്റഗ്രേറ്റഡ് ലേണിങ്ങിന് വളരെയധികം പ്രാധാന്യമുണ്ട്, അല്ലേ? ആർട്ടുമായി ബന്ധപ്പെട്ട് ഏതൊരു സബ്ജക്റ്റിനെയും അതിലേക്ക് ആർട്ട് ഇൻ്റഗ്രേറ്റഡ് ലേണിങ്ങുമായി ബന്ധപ്പെടുത്തി പഠിപ്പിക്കുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ കുട്ടികൾക്ക് സമ്മാനിക്കാനായിട്ട് നമുക്ക് സാധിക്കും. മലയാള ഭാഷയെ സംബന്ധിച്ചിടത്തോളം ആർട്ട് ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് വളരെയധികം സാധ്യതകളുള്ള ഒരു വിഷയമാണ്. ഒരു കഥയാവട്ടെ, ഒരു കവിതയാവട്ടെ പഠിപ്പിക്കുമ്പോൾ അതിനെ നമുക്ക് വളരെ സൗകര്യപ്രദമായി, വളരെ ഈസിയായി ഒരു ആർട്ട് ഫോമുമായിട്ട്, എന്തോ ആയിക്കൊള്ളട്ടെ, ആർട്ട് ഫോമുമായിട്ട് നമുക്ക് കണക്ട് ചെയ്തിട്ട് പറയാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഉദാഹരണത്തിന് നമ്മളിപ്പോൾ കൃഷ്ണഗാഥ പഠിപ്പിക്കുന്നുണ്ട്, അല്ലേ? എല്ലാ ക്ലാസ്സിലും കൃഷ്ണഗാഥയുണ്ട്. അപ്പോൾ ആ കൃഷ്ണഗാഥ പഠിപ്പിക്കുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ താരാട്ടുപാട്ടിൻ്റെ ഈണത്തിലാണ് അത് സാധാരണയായിട്ട് ചൊല്ലിക്കൊടുക്കാറ്, അല്ലേ? കണ്ണനെ കൺമതിനായല്ലോ പോകുന്നു പുണ്യവാൻ എന്നതോ നിർണയം ഞാൻ, അല്ലേ? നമ്മൾ താരാട്ടുപാട്ടിൻ്റെ ഈണത്തിലാണ്. പക്ഷേ ഇന്നത്തെ കുട്ടികൾ വ്യത്യസ്തമായുള്ള രീതികൾ ആഗ്രഹിക്കുന്നവരാണ്, വ്യത്യസ്തത ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾക്ക് ക്ലാസ് റൂമുകളിൽ അത്തരത്തിലുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ അതിന് നമുക്ക് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാറ്റാം. അതിന് ഓരോ അധ്യാപകനും അവരവരുടേതായിട്ടുള്ള രീതികൾ സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ അതിന് ഉദാഹരണമായി ഞാൻ പറയട്ടെ. ഇപ്പോൾ കൃഷ്ണഗാഥ പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ ഒരു പാട്ടുണ്ടല്ലോ, ഓടേണ്ട ഓടേണ്ട ഓടിത്തളരേണ്ട, അല്ലേ? ആ പാട്ട് നമുക്ക് എല്ലാവർക്കും, കുട്ടികൾക്കും ഫെമിലിയറാണ്, നമുക്കും ഫെമിലിയറാണ്. നമ്മൾ മൂളിപ്പാട്ടായിട്ട് പാടി നടക്കുന്ന ഒരു പാട്ടാണത്. അപ്പോൾ നമുക്ക് ആ രീതിയിലേക്ക് കൃഷ്ണഗാഥയും എന്തുകൊണ്ട് മാറ്റിക്കൂടാ? അപ്പോൾ അവർക്കത് വ്യത്യസ്തമായ അനുഭവമായിരിക്കും. അവരറിയാതെ തന്നെ അവർ കൃഷ്ണഗാഥയിലെ വരികൾ പഠിച്ചെടുക്കും. കണ്ണനെ കൺമതിനായല്ലോ പോകുന്നു പുണ്യവാൻ എന്നതു നിർണയം ഞാൻ, ആയർകോൻ തന്നോടെ കാന്തിയായുള്ളൊരു പീയൂഷവാരി തൻ പൂരം തന്നെ, അല്ലേ? അപ്പം എന്തായി? ഓടേണ്ട ഓടേണ്ട, അല്ലേ? അപ്പം നമുക്കതിൻ്റെ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പഠിപ്പിക്കാം. അപ്പം അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ ക്ലാസ് റൂമുകളിൽ സൃഷ്ടിക്കപ്പെടണം. അതിനുവേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു.